വർഷപ്രതിപദാ ദിനത്തിൽ നാഗ്പൂരിൽ പ്രധാന സേവകൻ്റെ ചരിത്ര സന്ദർശനം. RSS ആസ്ഥാനത്തെത്തിയ നരേന്ദ്രമോദി ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ദീക്ഷഭൂമിയിലും പ്രധാനമന്ത്രി പ്രണാമമർപ്പിച്ചു. കേശവചരണങ്ങളിൽ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വർഷപ്രതിപദ. വിക്രമ സംവത്സരമനുസരിച്ചും ശകവർഷമനുസരിച്ചും ഭാരതീയൻ്റെ പുതുവർഷം തുടങ്ങുന്ന ദിനമാണ് ഇന്ന്. 136 വർഷങ്ങൾക്ക് മുൻപ് ഒരു വർഷപ്രതിപദാ ദിനത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സ്ഥാപകനായ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ ജനിക്കുന്നതും. സേവകനായി ഞാൻ മോക്ഷമെന്തു വേറെ. ആത്മവിസ്മൃതിയിലാണ്ടുപോയ ഒരു ജനതയ്ക്ക് സമന്വയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്വാഭിമാനത്തിൻ്റെയും സന്ദേശങ്ങൾ പകർന്നു നൽകാൻ ലക്ഷ്യമിട്ട് 1925 ഹെഡ്ഗേവാർ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിക്കുന്നത്. ഭാരതത്തിൻ്റെ കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിക്കാൻ കഴിഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എന്ന നിലയിൽ ഡോക്ടർ ജിയുടെ സംഭാവന ഏറെ വിലപ്പെട്ടതാണ്. ചെറുപ്പകാലത്ത് തന്നെ വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അദ്ദേഹം നാഗ്പൂരിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവുമായിരുന്നു. ദേശാഭിമാന പ്രചോദിതമായ പ്രസംഗങ്ങളെ തുടർന്ന് 1921 ഒരു വർഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ തടവറയിൽ കഠിന ശിക്ഷ അനുഭവിച്ചു. സംഘസ്ഥാപനത്തിന് ശേഷവും സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു. ആയിരത്തി 1930 നിയമലംഘന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് വനസത്യാഗ്രഹം നടത്തി അദ്ദേഹം വീണ്ടും ജയിൽവാസം അനുഷ്ഠിച്ചിരുന്നു. എല്ലാം രാഷ്ട്രത്തിൻ്റെതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ ഉയർന്നു വന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിച്ചാലും ഭാരതം വീണ്ടും അടിമത്വത്തിലകപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ ആ ക്രാന്തദർശി 1925 സെപ്റ്റംബർ 27 നാഗ്പൂരിലെ മോഹിദേവാഡയിലെ മൈതാനത്ത് ആദ്യ ശാഖയ്ക്ക് തുടക്കമിട്ടു. കേവലം കൗമാരക്കാരായ വിരലിലെണ്ണാവുന്ന ബാലന്മാരെ വച്ചു തുടങ്ങിയ ആ സംഘടനയുടെ ഇന്നത്തെ സ്ഥിതി ഡോക്ടർ ജിയുടെ ദീർഘവീക്ഷണത്തെ തുറന്നു കാട്ടുന്നുണ്ട്. തൻ്റെ അഭാവത്തിലും യാതൊരു പരുക്കുമേൽക്കാതെ മുന്നോട്ടു പോകുന്ന വിധത്തിൽ കുറ്റമറ്റതായി സംഘത്തെ രൂപകൽപ്പന ചെയ്തെടുക്കാൻ അദ്ദേഹത്തിനായി. കാലത്തിനൊത്തു പൊരുത്തപ്പെട്ട് വളരാനും പടർന്നു പന്തലിക്കാനും കഴിയുന്ന ഒരു ചെടിയെയാണ് അദ്ദേഹം ഭാരതത്തിൻ്റെ മണ്ണിൽ ഉറപ്പിച്ചത്. ആയിരത്തി 1940 ജൂൺ 21 ലോകത്തോട് വിട പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ആദർശനിഷ്ഠയോടെ മുന്നേറുന്നവരുടെ ഹൃദയങ്ങളിൽ അനന്തമായ ആവേശത്തിന്റെ പ്രേരണാ സ്രോതസ്സായി ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ ഇന്നും ജീവിക്കുന്നു. ന്യൂസ് ഡെസ്ക് ജനം. ശതാബ്ദിയിലേക്ക് കടക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ചരിത്രത്തിൽ നിർണായക സ്ഥാനമാണ് നാഗ്പൂരിൽ ഡോക്ടർ ജിയുടെ ഭവനത്തിനുള്ളത്. 1925 ഡോക്ടർ ജി സംഘം സ്ഥാപിക്കുന്നത് ഇവിടെ വെച്ചാണ്.
നാഗ്പൂരിലെത്തുന്ന ഏതൊരു ദേശഭക്തനും മറക്കാതെ സന്ദർശിക്കുന്ന ഒരു ഇടമായി ഭവനം മാറിയിരിക്കുന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ശതാബ്ദി വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ ഘട്ടത്തിൽ സംഘത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ചരിത്രത്തിൽ വളരെ സുപ്രധാനമായ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപപ്പെടുന്നത്. ആയിരത്തി 1889 ഏപ്രിൽ മാസം 1 ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ ജനനം. തീരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അനുശീലൻ സമിതിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതാവായി. തന്റെ 36ാമത്തെ വയസ്സിലാണ് ഡോക്ടർ ജി രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകരിക്കുന്നത്. സംഘസ്ഥാപകൻ ഡോക്ടർ ജി ആണെങ്കിലും രണ്ടാമത്തെ സർസംഘചാലക് ഗുരുജി ഗോൾവാൾക്കർ ആണെങ്കിലും ഇവരെല്ലാം ഉപാസകരായിരുന്നു. ഡോക്ടർ ജിയുടെ ഉപാസനാ മൂർത്തിയുടെ ചിത്രമാണ് ഈ കാണുന്നത്. ഈ ഉപാസനാ മൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ മുറിയിലാണ്. മഹാരാഷ്ട്രയുടെ തനത് പാരമ്പര്യത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണിത്. ഇത് മറ്റൊരു ചെറിയ ഹാളാണ്. ഇവിടെയാണ് സംഘത്തിന്റെ ബൈഠക്കുകൾ പലതും നടന്നിരുന്നത്. സംഘവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ജി പല സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടതും ഈ മുറിയിൽ വെച്ചാണ്. ആത്മവിസ്മൃതിയിൽ ആണ്ടുപോയൊരു ജനതയ്ക്ക് സ്വാഭിമാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശങ്ങൾ പകർന്നു നൽകാൻ ഡോക്ടർ ഹെഡ്ഗേവാർ RSS രൂപീകരിക്കുന്നത് ഈ മുറിയിൽ വെച്ചാണ്. ഇന്ന് സംഘം ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായി വളർന്നിരിക്കുന്നു. അന്ന് ഡോക്ടർ ജിക്കൊപ്പമുണ്ടായിരുന്ന 17 പേരുടെ പേരുകൾ ഈ മുറിയിൽ ഇപ്പോഴും എഴുതി വച്ചിട്ടുണ്ട്. അവരെല്ലാം സംഘത്തിൻ്റെ പ്രചാരകരായി. ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സംഘടനയെ വളർത്തുവാനായി അവരെ ഡോക്ടർ ജി അയച്ചു. ആയിരത്തി 1940 ജൂൺ മാസം 21 ഡോക്ടർ ജി തൻ്റെ സുദീർഘമായ ഇഹലോകവാസം ഉപേക്ഷിച്ചു. എങ്കിലും ഭാരതത്തിലെ കോടിക്കണക്കിന് ജനഹൃദയങ്ങളിൽ ആവേശത്തിൻ്റെയും ആദർശത്തിൻ്റെയും പ്രേരണാസ്രോതസ്സായി ഇപ്പോഴും ഡോക്ടർ ജി ജീവിക്കുന്നു. നാഗ്പൂരിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം. പ്രധാനമന്ത്രിയുടെ സന്ദർശനവും അനുബന്ധ വിഷയങ്ങളുമായുള്ള കൂടുതൽ വിവരങ്ങളുമായി നാഗ്പൂരിൽ നിന്ന് ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, തീർച്ചയായും ചരിത്രപ്രധാനമായ ഒരു സന്ദർശനമായിരുന്നു ഇന്ന് പ്രധാനമന്ത്രിയുടെ നാഗ്പൂർ സന്ദർശനം. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യമായി എത്തുന്നു. ചരിത്ര പ്രാധാന്യമേറെയുണ്ട്. ഇന്നത്തെ ദിവസത്തിന് ചരിത്ര പ്രാധാന്യമുണ്ട്. ഇനി വരാനിരിക്കുന്ന സംഘത്തിൻ്റെ ശതാബ്ദിയുടെ മായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറ്റു ഗൗരവമായ ചിന്തകളും ചർച്ചകളും ലോകത്ത് മുഴുവൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു ഇന്നത്തെ ആ സന്ദർശനത്തിൻ്റെ പരിപാടികൾ? എന്തൊക്കെയായിരുന്നു മറ്റു നടപടികൾ ഉണ്ടായത്? ഐസൺ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് ആ സന്ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നതും. കാരണം ഇന്ന് വർഷപ്രതിപദ ദിനമാണ്. നമുക്കറിയാം, ഹിന്ദു കാലഘടന അനുസരിച്ചുള്ള യുഗാബ്ദം 5126 വർഷം പൂർത്തീകരിച്ച് 5127 വർഷത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് യുഗാബ്ദം ആരംഭിക്കുന്നത്. അതിപ്പോൾ 52ാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു പ്രത്യേകത, ഒരു പുതുവർഷത്തിൻ്റെ ദിനമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം
ഈ വർഷപ്രതിപദ എന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചും അതിൻ്റെ ശാഖകളിൽ സംഘ സ്ഥാപകൻ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിൻ്റെ ജന്മദിനം എന്ന നിലയ്ക്ക് കൂടി ആചരിക്കാറുണ്ട്. സംഘത്തിൻ്റെ ശാഖകളിൽ സാധാരണയായി ധ്വജാരോഹണം നടക്കുന്നത് ആദ്യഘട്ടത്തിലാണ്. ധ്വജം ഉയർത്തിയതിനു ശേഷമാണ് പിന്നീട് സംഘ സ്വയംസേവകർ 1 മണിക്കൂർ ശാഖാ കാര്യപദ്ധതിയിലേക്ക് കടക്കാറുള്ളത്. എന്നാൽ ഈ ഡോക്ടർ ജിയുടെ ജന്മദിനമായ വർഷപ്രതിപദ ദിനത്തിൽ മാത്രം, ഒരുപക്ഷെ ഈ സമയത്ത് ഭാരതത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ശാഖകളിൽ ഇപ്പോൾ വർഷപ്രതിപദ നടക്കുകയാണ്. ഈ സമയത്ത് അതിൻ്റെ പ്രത്യേകത എന്നത് ഈ ദിവസത്തിൽ മാത്രമാണ് ധ്വജാരോഹണത്തിന് മുൻപ് ആദ്യ സർസംഘചാലകന് പ്രണാമം നൽകുകയും അതിനുശേഷം ധ്വജം ഉയർത്തുകയും ചെയ്യുന്ന ഒരേ ഒരു ദിവസം വർഷത്തിലുള്ളത് അത് വർഷപ്രതിപദ ദിനമാണ്. അപ്പോൾ സംഘത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് അതിൻ്റെ ശാഖകളാണ്. ആ ശാഖയിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ നടക്കുന്ന ഒരു ആചരണമാണ് വർഷപ്രതിപദ. ആ ദിവസം തന്നെ ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി തൻ്റെ മാതൃപ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനത്തേക്ക് എത്താനായി തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് തീർച്ചയായും അത് വലിയൊരു സന്ദേശം തന്നെ രാഷ്ട്രത്തിനും ലോകത്തിനും നൽകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ഈ വർഷത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ശതാബ്ദി വർഷത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഈ വരുന്ന ഒക്ടോബർ മാസം മുതൽ അടുത്ത വർഷത്തെ ഒക്ടോബർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷത്തെ വിശേഷാൽ കാര്യപദ്ധതിയാണ് സംഘം ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്നത്. അതിൻ്റെ കൃത്യമായ രൂപരേഖ 1.5 ആഴ്ച മുൻപ് കർണാടകയിലെ ബംഗളൂരുവിൽ നടന്ന RSSന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭ അതിൻ്റെ കൃത്യമായ രൂപരേഖ തയ്യാറാക്കുകയും ഏതാണ്ട് 5 പരിപാടികൾ വരുന്ന ഒരു വർഷം അടുത്ത ഒക്ടോബർ മുതൽ 26 ഒക്ടോബർ വരെയുള്ള സമയങ്ങളിൽ നടത്തുക എന്ന കാര്യപദ്ധതി സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ശതാബ്ദിയുടെ വിശേഷാൽ പ്രവർത്തനങ്ങളിലേക്ക് സംഘം കടക്കാൻ ഏതാണ്ട് 4 മാസം മാത്രം നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും RSSന്റെ പ്രചാരകമൊക്കെയായിരുന്ന നരേന്ദ്രമോദി ഇന്നിപ്പോൾ നാഗ്പൂരിൽ സംഘ ആസ്ഥാനത്തെത്തി ഡോക്ടർ ജിയുടെയും ഗുരുജിയുടെയും സമാധി പീഠങ്ങളിൽ പുഷ്പാർച്ചന അർപ്പിച്ച് മടങ്ങിയിരിക്കുന്നത്. ഐസൻ, വർഷപ്രതിപദ ദിനത്തിൽ നാഗ്പൂരിൽ RSS ആസ്ഥാനം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘസ്ഥാപകൻ കേശവ ബലിറാം ഹെഡ്ഗേവാറിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. ഭാരതീയ സംസ്കാരത്തെ ആധുനിക ലോകത്തിന് പരിചയപ്പെടുത്തുന്ന മുഖമാണ് RSS എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാവിലെ 9 മണിക്ക് നാഗ്പൂരിലെ റേഷൻബാഗിലെ RSS കാര്യാലയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. സംഘസ്ഥാപകൻ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാറിന്റെ സ്മൃതി മണ്ഡപത്തിലും സംഘത്തിന്റെ 2ാമത്തെ സർസംഘചാലക് ഗുരുജി ഗോൾവാൾക്കറുടെ സ്മൃതി ചിഹ്നത്തിലും പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ഡോക്ടർ ജിയുടെയും ഗുരുജിയുടെയും ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഈ ക്ഷേത്രത്തിൽ വരാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് കുറിച്ച പ്രധാനമന്ത്രി ദേശീയത, സംഘടനാ മനോഭാവം എന്നിവയുടെ മൂല്യങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ സ്ഥലം രാഷ്ട്രസേവനത്തിൽ മുന്നോട്ടു പോകാൻ പ്രചോദനമാകുന്നതായി കൂട്ടിച്ചേർത്തു. മാധവ നേത്രാലയയുടെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കവേ ഭാരതത്തിന്റെ സംസ്കാരത്തെ ആധുനിക ലോകത്തിന് പരിചയപ്പെടുത്തുന്ന മുഖമാണ് RSS എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. सिद्धांत और आदर्श इस वटवृक्ष को ऊंचाई देते हैं. लाखों करोड़ों स्वयंसेवक इसकी टहनी. ये कोई साधारण वटवृक्ष नहीं. राष्ट्रीय स्वयंसेवक संघ भारत की अमर संस्कृति का आधुनिक अक्षय वट है. സേവന സന്നദ്ധതയാണ് സ്വയംസേവകർക്ക് മുന്നേറാനുള്ള പ്രചോദനമാകുന്നത്. സേവാഭാരതി, വനവാസി കല്യാൺ ആശ്രമം തുടങ്ങിയവ ഇതിന് ഉദാഹരണമായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. कहीं कोई वनवासी कल्याण आश्रम के कामों को उसको अपना ध्येय बना करके जुटा हुआ है. कहीं कोई एकल विद्यालय के माध्यम से आदिवासी बच्चों को पढ़ा रहा है. कहीं कोई सांस्कृतिक जागरण के मिशन में लगा हुआ है. कहीं कोई सेवा भारती से जुड़कर गरीबों वंचितों की सेवा कर रहा है. 1925 രൂപീകരിച്ച RSS ഇന്നൊരു വടവൃക്ഷമായി മാറിയിരിക്കുന്നു. ആദർശത്തിലെ വ്യക്തതയാണ് ആ വൻ വൃക്ഷത്തിന്
ഉന്നത മൂല്യങ്ങൾ നൽകുന്നതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. 1925 ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ രൂപീകരിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ശതാബ്ദി വർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ വേളയിലാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാഗ്പൂർ സന്ദർശനം. നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ, ജനം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വീണ്ടും നമ്മോടൊപ്പം ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ഇപ്പോൾ നമ്മൾ വാർത്തയിൽ കണ്ടത് പ്രധാനമന്ത്രി അവിടെ നടത്തിയ ചരിത്രപ്രസിദ്ധമായ അല്ലെങ്കിൽ വളരെ കൃത്യമായ നിലപാടുകളുള്ള ഒരു പ്രസംഗമാണ്. തീർച്ചയായും അത് RSSൻ്റെ നിലപാടുകളും RSS നൽകുന്നൊരു ശക്തിയുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഇന്ന് അവിടെ സന്ദർശിച്ച് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിൽ നടന്ന സംഭവങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് ഈ രാജ്യത്തിന് ലഭിക്കുന്ന ഒരു സന്ദേശം എന്താണ്? ഐസൺ, ഇന്ന് രാവിലെ കൃത്യം 9 മണിക്ക് തന്നെ സംഘത്തിൻ്റെ റേഷൻ ബാഗിലെ കാര്യാലയത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. നേരത്തെ നിശ്ചയിച്ചിരുന്നത് 9 മണി മുതൽ 9:20 വരെ കാര്യാലയത്തിൽ അദ്ദേഹം സമയം ചെലവഴിക്കുമെന്നതാണ്. അത് കൃത്യമായി തന്നെ 9 മണിക്ക്, കാരണം അദ്ദേഹവും ഒരു സ്വയംസേവകാണ്. കൃത്യമായ സമയത്ത് തന്നെ അച്ചടക്കം പാലിക്കുന്ന രീതി പ്രധാനമന്ത്രിക്കുമുണ്ട്, സംഘടനാ സംവിധാനവും അങ്ങനെയാണ്. അതിനാൽ തന്നെ എല്ലാം കൃത്യമായിരുന്നു. 9 മണി എന്നത് കൃത്യം 9 മണിക്ക് തന്നെ അദ്ദേഹം സംഘത്തിൻ്റെ കാര്യാലയത്തിലേക്ക് എത്തി. അദ്ദേഹത്തിനൊപ്പം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, അദ്ദേഹം നാഗ്പൂരിൽ നിന്നുള്ള MLA കൂടിയാണ്, ഒപ്പം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, ഒപ്പം നാഗ്പൂർ MPയും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും പ്രധാനമന്ത്രിക്കൊപ്പം തന്നെയാണ് കാര്യാലയത്തിലേക്ക് എത്തിയത്. ആ സമയം കാര്യാലയത്തിൽ സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, ഒപ്പം മുൻ സർക്കാര്യവാഹ ഭയ്യാജി ജോഷി തുടങ്ങിയ സംഘത്തിൻ്റെ അഖില ഭാരതീയ അധികാരികൾ എല്ലാവരും തന്നെ കാര്യാലയത്തിലുണ്ടായിരുന്നു. ആദ്യം തന്നെ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാറിൻ്റെ സ്മൃതി മണ്ഡപം, നമുക്കറിയാം റേഷൻ ബാഗിലെ സംഘ കാര്യാലയത്തിലാണ് ഡോക്ടർ ജിയുടെ സ്മൃതി മണ്ഡപം ഉള്ളത്. ആ സ്മൃതി മണ്ഡപത്തിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. അതിന് തൊട്ട് അരികിലായാണ് സംഘത്തിൻ്റെ ദ്വിതീയ സർസംഘചാലക് ഗുരുജി ഗോൾവാൾക്കറുടെ സ്മൃതി ചിഹ്നമുള്ളത്. കാരണം അവിടെ ഒരു സ്മൃതി മണ്ഡപം തനിക്കായി പണിയരുത് എന്ന് ഗുരുജി തന്നെ നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു സ്മൃതി ചിഹ്നം സ്വയംസേവകർ ഒരുക്കിയത്. ആ ഗുരുജിയുടെ സ്മൃതി ചിഹ്നത്തിലും പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തി. അതിനുശേഷം അദ്ദേഹം അവിടെ ഒരു സന്ദർശക ഡയറി കാര്യാലയത്തിലുണ്ട്. ആ സന്ദർശക ഡയറിയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ഹിന്ദി ഭാഷയിൽ കുറിക്കുന്നുണ്ടായിരുന്നു. അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നത് സംഘത്തിൻ്റെ ആദർശങ്ങൾ, പ്രത്യേകിച്ച് ഡോക്ടർ ജിയും ഗുരുജിയും എത്രത്തോളം പ്രചോദനമാണ് താൻ ഉൾപ്പെടെയുള്ള സ്വയംസേവകർക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. സംഘടനാ പാഠവും അതോടൊപ്പം തന്നെ ദേശീയത, ഈ രാഷ്ട്രത്തിന് വേണ്ടിയാണ് മുഴുവൻ സമയവും ചെലവഴിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രത്തിനായി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്ന ഒരു മനോഭാവം ആളുകളിൽ രൂപപ്പെടുത്തുന്നതിൽ, പ്രത്യേകിച്ച് സ്വയംസേവകരിൽ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഈ ഗുരുജിക്കും ഡോക്ടർ ജിക്കുമുള്ള പങ്കിനെ പറ്റിയാണ് അദ്ദേഹം വിവരിച്ചത്. അതിനുശേഷമാണ് പിന്നീട് 10 മണിയോടുകൂടി അദ്ദേഹം വീണ്ടും സംഘത്തിൻ്റെ മറ്റൊരു വേദിയായിട്ടുള്ള മാധവ നേത്രാലയയുടെ ഉദ്ഘാടന കർമ്മം, അതൊരു നാഗ്പൂരിലെ ആശുപത്രിയാണ്, ആ ആശുപത്രിയുടെ കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 250ഓളം കട്ടിലുകളൊക്കെ ഇടാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വലിയ ആശുപത്രിയായി അത് മാറുകയാണ്. ആ നേത്ര ആശുപത്രിയുടെ തറക്കല്ലിടിയിൽ കർമ്മത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. ആ സംസാരിക്കുന്ന വേളയിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ പറ്റി പ്രധാനമന്ത്രി പറഞ്ഞത്. അതായത് ഭാരതത്തിൻ്റെ സംസ്കൃതിയെ, ലോകം ഉറ്റുനോക്കുന്ന ഭാരതീയ സംസ്കൃതിയെ ആധുനിക ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന സംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഒപ്പം ഇതൊരു വടവൃക്ഷമായി വളർന്നിരിക്കുന്നു എന്ന പദപ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. 1925 ഡോക്ടർ ജി നാഗ്പൂരിൻ്റെ മണ്ണിൽ നിന്നും ആരംഭിച്ച പ്രസ്ഥാനം ഇങ്ങനെ ശതാബ്ദിയിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഭാരതത്തിലെ ഒരു വടവൃക്ഷമായി ഇത് വളർന്നു. അത് വളർന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണമായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് അതിൻ്റെ ആശയത്തിലെ വ്യക്തതയാണ് എന്നുള്ളതാണ്. കാരണം ഇന്ന് പല സംഘടനകൾക്കും ആശയ ദാരിദ്ര്യവും ആശയ വ്യക്തതക്കുറവുമാണ് പല സംഘടനകളെയും പിളർത്തുന്നതും പല വഴിക്കാക്കുന്നതും. എന്നാൽ RSSനെ 100 വർഷം അതിൻ്റെ സംഘടനാ പ്രവർത്തനം ചിട്ടയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അതിൻ്റെ ആശയത്തിൻ്റെ വ്യക്തതയാണ് എന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ഒപ്പം സംഘത്തിൻ്റെ സേവന മനോഭാവത്തെ പറ്റി അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സേവാഭാരതി പോലെ, അല്ലെങ്കിൽ വനവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വനവാസി കല്യാൺ ആശ്രമം പോലെ ഏകൽ വിദ്യാലയങ്ങളെ പറ്റി, അതൊക്കെ RSSന്റെ സേവനത്തിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങളാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. എന്നാലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിൻ്റെ ശതാബ്ദി വർഷത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചും ഒരു സ്വയംസേവകാണ്. 1950 ജനിച്ച നരേന്ദ്രമോദി പിന്നീട്
തൻ്റെ 8ാമത്തെ വയസ്സിൽ ബാലസ്വയംസേവകായി വട്നഗറിലെ ശാഖയിലേക്ക് എത്തിയതാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹം 1971 ഇന്ന് അദ്ദേഹം വന്ന അതേ റൈസൻബാഗിലെ സംഘകാര്യാലയത്തിലാണ് തൻ്റെ തൃതീയ സംഘശിക്ഷാ വർഗ് കഴിയുന്നത്. പിന്നീട് 72 അദ്ദേഹം RSSന്റെ പ്രചാരകനായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സെൻട്രലായിട്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ സംഘകാര്യാലയമായിട്ടുള്ള ഹെഡ്ഗേവാർ ഭവനിലായിരുന്നു നരേന്ദ്രമോദി ഉണ്ടായിരുന്നത്. അവിടെയാണ് അദ്ദേഹം ഒരു പ്രചാരകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്കൊക്കെ അവിടമാണ് സാക്ഷ്യം വഹിച്ചത്. പിന്നീട് 1978 എത്തുമ്പോഴേക്കും അദ്ദേഹം വഡോദരയുടെ ചുമതലയുള്ള വിഭാഗ് പ്രചാരകം, 1980 ആകുമ്പോഴേക്കും അദ്ദേഹം സംഭാഗ് പ്രചാരക് എന്ന വലിയ ചുമതലകളിലേക്ക് എത്തുകയും 87 സംഘം തന്നെ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം BJPയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതെല്ലാം ചരിത്രമാണ്. അദ്ദേഹം ഒരു സ്വയംസേവകാണ്, അദ്ദേഹം പ്രചാരകാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്നൊരു മാതൃസംഘടനയുടെ ആസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് എത്തുന്ന ഒരു ഫീല് തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലാണെങ്കിലും ഉണ്ടായിരുന്നത്. ഐസൻ, RSS പകർന്ന ജീവിത മൂല്യങ്ങളിലൂടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ നരേന്ദ്രമോദിയുടെ നാഗ്പൂരിലെ ദേശീയ കാര്യാലയ സന്ദർശനം രാഷ്ട്രീയ മാനങ്ങൾക്കപ്പുറം സ്വയം സേവകരിൽ ആനന്ദമാണ്. ബാലശാഖയിലൂടെ RSSന്റെ മുഴുവൻ സമയ പ്രചാരകനായി സേവനം ചെയ്ത നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ പ്രധാന സേവകനായ ശേഷമുള്ള ആദ്യ നാഗ്പൂർ കാര്യാലയ സന്ദർശനമാണിത്. നിസ്വാർത്ഥ സേവനം മാർഗമാക്കിയ മറ്റൊരു പ്രസ്ഥാനമില്ലെന്ന് 8ാം വയസ്സിൽ തിരിച്ചറിഞ്ഞാണ് RSSന്റെ ബാലശാഖയിൽ നരേന്ദ്ര ദാമോദർദാസ് മോദി എത്തുന്നത്. 20ാം വയസ്സിൽ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ മുഴുവൻ സമയ പ്രവർത്തകൻ. 28ാം വയസ്സിൽ വഡോദര വിഭാഗ് പ്രചാരകായ നരേന്ദ്രമോദിയുടെ പ്രവർത്തനം സമാജത്തിനാകെ മുതൽക്കൂട്ടാണെന്ന് മനസ്സിലാക്കിയ സംഘനേതൃത്വം സംഭാഗ് പ്രചാരകായി അദ്ദേഹത്തെ ഉയർത്തുന്നത് 30ാം വയസ്സിലാണ്. ഭാരതത്തിലെ മനുഷ്യരാശിക്കുപരി സകല ചരാചരങ്ങൾക്കും നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ പ്രവർത്തനങ്ങൾ ഉതകുമെന്ന് മനസ്സിലാക്കിയ RSS അദ്ദേഹത്തെ BJPയുടെ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകനായി രാജ്യത്തെ അധസ്ഥിത വർഗങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച മോദിക്ക് മുതൽക്കൂട്ടായത് RSS പകർന്നു നൽകിയ മൂല്യങ്ങളാണെന്ന് പ്രധാനമന്ത്രി തന്നെ തുറന്നു പറഞ്ഞു. संघ एक बहुत बड़ा संगठन है, शायद अब उसके 100 साल हो रहे, ये 100वां वर्ष है और दुनिया में इतना बड़ा स्वयंसेवी संगठन कहीं होगा ऐसा मैंने तो नहीं सुना. പ്രധാനമന്ത്രിയുടെ നാഗ്പൂർ സന്ദർശനം രാഷ്ട്രീയ ചർച്ചകൾക്ക് തുടക്കമിട്ടു. എന്നാൽ സാധാരണ സ്വയംസേവകരെ സംബന്ധിച്ച് ഇന്ന് ആത്മനിർവൃതിയുടെ ദിനം കൂടിയാണ്. ലോകരാഷ്ട്രങ്ങൾക്കാകെ അഭികാമ്യനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ സംഭാവനയാണെന്നോർത്തുള്ള അഭിമാന നിമിഷം. ജനം, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ RSS ആസ്ഥാനം സംബന്ധിച്ച പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ഇനി വീണ്ടും കാണാം. നമസ്തേ.